കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഭാരതത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനത്തിൽ കൊച്ചി ബീച്ച് സൈഡ് റോട്ടറി ക്ലബ്ബുമായി ചേർന്ന് കരുവേലിപ്പടി ടാഗോർ ലൈബ്രറി പശ്ചിമ കൊച്ചിയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പള്ളുരുത്തി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ AG തമീം, അഹമ്മദ് സിയാൻ എന്നിവർ 1ാം സ്ഥാനവും എഡ്വേർഡ് മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിലെ മൈക്കിൾ ക്ലെമന്റ് മാനുവൽ, പാർത്ഥിവ് കൃഷ്ണ എന്നിവർ 2ാം സ്ഥാനവും അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ നോറ PR സാർജൻ, മരിയ റേച്ചൽ എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ചാത്തനാട്ട് സന്ധ്യ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും പങ്കെടുത്ത എല്ലാവർക്കും പുസ്തകങ്ങളും സമ്മാനിച്ചു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് ജയന്തി ദിവാകരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി PP ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. കമ്മിറ്റി അംഗം CS ജോസഫ് നന്ദി രേഖപ്പെടുത്തി. ക്വിസ് മാസ്റ്റർ MR ശശി, ജോയിന്റ് സെക്രട്ടറി PV വിമൽകുമാർ, കമ്മിറ്റി അംഗങ്ങളായ KJ ആന്റണി, KJ ജോസഫ്, AK ജയഗോപാൽ എന്നിവരും ലൈബ്രറി പ്രവർത്തകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് N ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ഹിമബിന്ദു, ക്ലബ് അംഗങ്ങളായ C ശ്രീകുമാർ, ആന്റണി ലൂയിസ് എന്നിവരും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾ 1-2 മാസങ്ങൾക്കുള്ളിൽ വന്നിട്ടുള്ള പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ചോദിച്ചിട്ടുള്ളത്. അതല്ലാതെ വന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് വന്ന് ദേശീയ നേതാക്കളിൽ 1-2 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്താ അത്യാവശ്യം ഇതിന് ബുദ്ധിമുട്ട് വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഏകദേശം ഒരു 90% മാർക്ക് വാങ്ങിക്കും എന്നുള്ള രീതിയായിരുന്നു എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നിങ്ങൾക്ക് സ്കൂളുകളിൽ പത്രങ്ങൾ വരുന്നുണ്ട്, വായനശാലകളുണ്ട്, ധാരാളം വീട്ടിൽ പത്രങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ തരത്തിലും വായിക്കാനും അറിവ് നേടാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്ന ഒരു കാലഘട്ടമാണിത്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒരു പത്രം വായിക്കണമെങ്കിൽ ഒരു 8-10 കിലോമീറ്റർ അകലെയുള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ വായനശാലകളിലോ ഒക്കെ പോകേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമല്ല, നിങ്ങളുടെ അടുത്തേക്ക് അറിവ് എത്തിയിരിക്കുകയാണ്. ആ അറിവ് എത്തിയിരിക്കുന്ന അറിവുകൾ നമ്മൾ നേടുക, നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. അതായത് സ്കൂളുകളിൽ, എല്ലാ സ്കൂളുകളിലും ഇപ്പം മധുരം മലയാളം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് പത്രങ്ങൾ എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരുന്നുണ്ട്. ആ പത്രങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കണം. ലൈബ്രറികളുണ്ട്, അവിടെ പോകണം. അതുപോലെ തന്നെ ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238 355070.